ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഒരു പ്രഭാത സമയത്ത് വിശുദ്ധ ഖുർആനിന്റെ അള്ളാഹുവിന്റെ കലാം അത് പഠിക്കാൻ നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. നമ്മളിൽപ്പെട്ട പലർക്കും ലഭിക്കാതെ പോയ വലിയ തൗഫീഖ് നമുക്ക് പഠിക്കാനുള്ള ഒരു മനസ്സും സാഹചര്യവും നമുക്ക് ഒത്തുവന്നിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ തുടക്കത്തിൽ വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ടതിന്റെ പഠനത്തിന് ലഭിക്കുന്ന ശ്രേഷ്ഠതകൾ നമ്മൾ പറഞ്ഞു വന്നിരുന്നു. അതിൽപ്പെട്ട ഖുർആൻ കൊണ്ട് നാശത്തിലാവുന്നവർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി പഠിപ്പിച്ച രണ്ടു കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ നമുക്ക് കാണാം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹലക ഉമ്മത്തി ഫിൽ കിതാബി വൽ ലബൻ, എന്റെ ഉമ്മത്ത് നാശത്തിലാവുക, നാശമടയുക കിതാബ് കൊണ്ടും ലബന് കൊണ്ടുമാണ്. രണ്ട് കാരണമാണ് റസൂൽ പറഞ്ഞത്. ഹലക ഉമ്മത്തി, എന്റെ ഉമ്മത്ത് നാശമടയുക, ഫിൽ കിതാബി വൽ ലബൻ, ഒന്ന് കിതാബിലും ലബനിലുമാണ്. ഖാലു, അപ്പോ സഹാബികൾ ചോദിച്ചു, എന്താണ് കിതാബ് കൊണ്ടും ലബന് കൊണ്ടും നാശമടയുക എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ സഹാബികൾ ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, മൽ കിതാബു വൽ ലബൻ, എന്താണ് കിതാബ് കൊണ്ടും ലബന് കൊണ്ടും ഉദ്ദേശിക്കുന്നത്? ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, യതഅല്ലമൂനൽ ഖുർആൻ, അവര് ഖുർആൻ പഠിക്കുകയും എന്നിട്ട് ഫയതഅബ്ബലൂനഹു അലാ ഗൈരി മാ അൻസലല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ഉദ്ദേശത്തിലാണോ അവതരിപ്പിച്ചിരിക്കുന്നത് ആ രൂപത്തിലല്ലാതെ അതിനെ ദുർവ്യാഖ്യാനിക്കുന്ന ആളുകൾ. ഖുർആൻ പഠിക്കും, എന്നാൽ അവർക്ക് തോന്നിയതുപോലെ അവരുടെ ഇഷ്ടപ്രകാരം എന്ത് ചെയ്യും? ഖുർആനിന്റെ ആയത്തുകളെ അവർ വ്യാഖ്യാനിക്കും. അതുകൊണ്ടാണ് കിതാബ് കൊണ്ട് നാശമടയുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. അതാണ് കിതാബിൽ ഈ ഉമ്മത്തിന് നാശം എന്ന് പറഞ്ഞത്. കിതാബ് പഠിച്ചിട്ട് അതിൻ്റെതായ രൂപത്തിലല്ല അവർ വ്യാഖ്യാനിക്കുന്നത്, അവരുടേതായ ഉദ്ദേശം അനുസരിച്ച് അതിനെന്ത് ചെയ്യും? ദുർവ്യാഖ്യാനിച്ച് അവരുടെ ആശയങ്ങളെ വെളുപ്പിച്ചെടുക്കുന്നുള്ളതാണ്. രണ്ടാമത്തത് ലബന് കൊണ്ട്. ലബൻ എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുന്നത്, വയുഹിബ്ബൂനൽ ലബൻ, ലബന് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം പാല് എന്ന അർത്ഥമുണ്ട്. ഇവിടെ അവർ ലബനിനെ ഇഷ്ടപ്പെടും എന്ന് പറഞ്ഞത് കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, അഥവാ ഇഹലോക വിഭവങ്ങളെ അവരെന്ത് ചെയ്യും? അത് ഇഷ്ടപ്പെടുകയും ഫയദഊനൽ ജമാഅത്തി വൽ ജുമാ വയബ്ദൂൻ, അവരെന്ത് ചെയ്യും? ദുനിയാവിന്റെ ആ പളവളപ്പിൽ അതിന്റെ പിന്നാലെ എന്ത് ചെയ്യും? മതിമറന്ന് അവർ ദുനിയാവിന്റെ വിഭവങ്ങളുടെ പിന്നാലെ പോകും. എന്നിട്ട് അവരെന്ത് ചെയ്യും? ഫയദഊനൽ ജമാഅത്ത്, ജമാഅത്ത് നമസ്കാരങ്ങൾ പോലും അവർക്ക് എന്ത് ചെയ്യും? അവരുപേക്ഷിക്കും, അവർക്ക് നഷ്ടാകും. ദുനിയാവിന്റെ പിന്നാലെ പോയിട്ട് സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? ജമാഅത്തുകളിൽ നിന്ന് അവർ ഒഴിവാകും. ഏതുവരെ? വൽ ജുമാ, ജുമായിൽ നിന്നും അവരെന്ത് ചെയ്യും? ഒഴിവാകും. വയബ്ദൂൻ, എന്നിട്ട് അവരെന്ത് ചെയ്യും? അങ്ങാടികൾ, ഗ്രാമപ്രദേശങ്ങളിൽ ചുറ്റിക്കറങ്ങി നടക്കും. ഇതാണ് റസൂലുള്ളാഹിന്റെ പ്രയോഗം. അവർ ഗ്രാമങ്ങളിലേക്ക് പുറപ്പെടും, പള്ളിയിലേക്കില്ല, ജമാഅത്തുകൾക്കില്ല, ജുമാക്കില്ല. അപ്പൊ അതാണ് ലബനിനോടുള്ള, ഇഹലോകത്തോടുള്ള അടങ്ങാത്ത ഇഷ്ടം അവരെ ഇതിൽ നിന്നൊക്കെ എന്ത് ചെയ്തു? കൊണ്ടുപോയി അവർ ദുനിയാവിന്റെ കാര്യങ്ങളിൽ മാത്രം, അങ്ങനെ അങ്ങാടികളിലൊക്കെ ഇരിക്കുന്ന, ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ഇങ്ങനെ സൊറ പറഞ്ഞിരിക്കുന്ന ആ നിലക്ക് ഇഹലോകത്തിന്റെ വിഭവങ്ങളെ തേടിപ്പോകും എന്നുള്ളതാണ്. അപ്പൊ രണ്ട് കാര്യമാണ് പറഞ്ഞത്. കിതാബ് കൊണ്ടും ലബന് കൊണ്ടും ഈ ഉമ്മത്ത് ഹലാക്കിലാകും, നാശത്തിലാകും എന്ന് പറഞ്ഞു. അപ്പൊ കിതാബ് എന്താന്ന് പറഞ്ഞു, ലബൻ എന്താണെന്ന് പറഞ്ഞു. അപ്പോ അള്ളാഹു നമ്മളെ ഇതിൽ നിന്നെല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പോ കിതാബ് എങ്ങനെ പഠിക്കണം? കിതാബ് ആ മൻഹജ് അനുസരിച്ച് ഖുർആനിന്റെ ആയത്ത് മറ്റൊരായത്ത് കൊണ്ടാണ് വിശദീകരിക്കുക, അല്ലെങ്കിൽ വിശുദ്ധ ഖുർആനിന്റെ ആയത്ത് പ്രവാചക വചനങ്ങൾ കൊണ്ടാണ് വ്യാഖ്യാനിക്കുക.
അതുമല്ലെങ്കിൽ പ്രവാചകന്റെ കൂടെ ജീവിച്ച ഫസ്റ്റ് ഓഡിയൻസ് സഹാബികളുടെ വാക്കുകൾ കൊണ്ടാണ് വിശുദ്ധ ഖുർആന്റെ ആയത്തുകളെ തഅ്വീൽ നടത്തുക, വ്യാഖ്യാനിക്കുക. നമ്മൾ പറഞ്ഞു വിശുദ്ധ ഖുർആനിനെ ഈ ഫോർമുല ഉപയോഗിക്കാതെ, ഈ മെത്തഡോളജിയിൽ നിന്ന് മാറി മറ്റ് വ്യാഖ്യാനങ്ങൾ നൽകുന്നിടത്താണ് ഭിന്നതകൾ രൂപപ്പെടുന്നത്. നമുക്കറിയാം, പ്രവാചകന് ശേഷം മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി നബിയാണ് എന്ന് പറയാൻ സൂറത്തു സൊഫിലെ 6-ാമത്തെ ആയത്താണ് അവർ തെളിവെടുത്തത്. ഈസാ നബി അലൈഹി സ്വലാമയെ പറഞ്ഞെടുത്ത് മിൻ ബഅദി ഇസ്മുഹു അഹ്മദ്, നിനക്ക് എന്റെ ശേഷം അഹമ്മദ് എന്നു പേരുള്ള ഒരാൾ വരും. ഇതാണ് ഖുർആനിലെ ഒരു ആയത്താണ് അവർക്ക് തെളിവ്. എന്നാൽ നമ്മൾ ഈ മൻഹജിൽ വെച്ചൊന്ന് വരച്ചു നോക്കുകയാണ്, ഈ മെത്തഡോളജി അനുസരിച്ച് ഈ ആയത്തിനെ വെച്ച് നോക്കിയാൽ പ്രവാചകന്റെ ഹദീസിലേക്ക് നമ്മൾ പോകുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന മുഹമ്മദ് അന അഹ്മദ്, ഞാൻ മുഹമ്മദാണ്, ഞാൻ അഹ്മദാണ്. 4ഓളം പേരുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ട്. ആ പേരുകളിൽ ഒരു പേരാണെന്ത്? അഹ്മദ്. അപ്പൊ ഇവിടെ പറഞ്ഞ അഹ്മദ് ഏതാണ്? ഹദീസിൽ വന്ന പ്രവാചകന്റെ പേരിൽപ്പെട്ട അഹ്മദാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത് ഒന്നും നോക്കാതെ സ്വമേധയാ വ്യാഖ്യാനിക്കുമ്പോഴാണ് അവിടെ ഭിന്നതകൾ രൂപപ്പെടുന്നത് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ആ ഖുർആനിന്റെ സുന്നത്തിന്റെ അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ പണ്ഡിതന്മാർ അവരെന്താണ്, മുഫസ്സിറുകൾ എന്താണോ ഒരായത്തിനെ വ്യാഖ്യാനിച്ചത്, ആ രൂപത്തിലാണ് നമ്മൾ എന്ത് ചെയ്യണത്, അതിന്റെ വ്യാഖ്യാനങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്തുൽ അംബിയ 21-ാമത്തെ അധ്യായം സൂറത്തുൽ അംബിയ ആണ് നമ്മൾ എടുത്തു വരുന്നത്. അതിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 9 മുതൽ ഇങ്ങോട്ട് നമ്മൾ എടുത്തു അല്ലെ. നമ്മൾ പറഞ്ഞത് മക്കയിലെ അവിശ്വാസികൾ പറഞ്ഞ ചില ആരോപണങ്ങളാണ്. അവർ ഖുർആനിന്റെ ഉത്ബോധനങ്ങൾ അവർ അവഗണിക്കുന്നു, അശ്രദ്ധയിലാകുന്നു, എന്നിട്ട് പ്രവാചകനെതിരെ അവർ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. അപ്പൊ അവരുടെ നാശത്തെ പറ്റി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അവരെ പല ആയത്തുകൾ കൊണ്ടുവാ എന്ന് അവർ പറയുന്നു. ഒരു ആയത്ത് കൊണ്ടുവന്നാൽ ഞങ്ങൾ എന്ത് ചെയ്യാം, നീ പ്രവാചകനാണെന്ന് വിശ്വസിച്ചു കൊള്ളാം. അപ്പൊ അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ പറയണത് സുമ്മ സ്വദഖ്നാഹുമുൽ വഅദ്, പിന്നീട് അവർക്ക് അവരുടെ വാഗ്ദാനം വഅദ് നാം സത്യപ്പെടുത്തി കൊടുത്തു. ഫഅൻജയ്നാഹും, അങ്ങനെ നാം അവരെ രക്ഷപ്പെടുത്തി. വമൻ നശാഉ, നാം ഉദ്ദേശിക്കുന്നത്, അതായത് പ്രവാചകന്മാരെയും അവരുടെ കൂടെയുള്ള വിശ്വാസികളെയും നാം എന്ത് ചെയ്തു, രക്ഷപ്പെടുത്തി. വഅഹ്ലക്നൽ മുസ്രിഫീൻ, അഹ്ലക്ന നാം നശിപ്പിച്ചു കളഞ്ഞു. ആരെയാണ് നശിപ്പിച്ചത്? അൽ മുസ്രിഫീൻ. മുസ്രിഫീൻ എന്ന് പറഞ്ഞാല് അതിര് കവിഞ്ഞ ആളുകളെ നാം നശിപ്പിക്കുകയും ചെയ്തു. ലഖദ് അൻസൽന ഇലൈക്കും, ലഖദ് അൻസൽന തീർച്ചയായും നാം അവതരിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു, ഇലൈക്കും നിങ്ങളിലേക്ക്, കിതാബൻ ഫീഹി ദിക്റുക്കും, കിതാബൻ ഒരു വേദഗ്രന്ഥം, ഫീഹി ദിക്റുക്കും അതിൽ നിങ്ങൾക്കുള്ള ഉത്ബോധനമുണ്ട്, ദിക്റുണ്ട്. അഫലാ തഅഖിലൂൻ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ, എന്നിട്ട് നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ. ഇവിടെയാണ് നമ്മൾ 11 വരെ എടുത്തില്ല, നമ്മള് 11-ാമത്തെ ആയത്ത് അല്ലെ. വകം ഖസംന, എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വകം, കമ്മിന്റെ അർത്ഥം എന്താണ്? എത്രയോ അല്ലെ, എത്ര എന്ന് ചോദിച്ചറിയാനുള്ള കമ്മല്ല ഇത്. പിന്നെ നമ്മൾ സാറിന് കം എന്ന് പറഞ്ഞാൽ എത്ര എന്ന് ചോദിക്കൂ, എത്രയാണ്, ഇതങ്ങനെയല്ല, എത്രയോ എന്നാണ്. അപ്പൊ ധാരാളം തക്സീറിനെ അറിയിക്കാനാണത്. അപ്പൊ എത്രയോ ഖസംന, ഖസമ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു നശിപ്പിച്ചു, അല്ലെങ്കിൽ ഉന്മൂലനം ചെയ്തു, വേരോടെ പറിച്ച് നശിപ്പിച്ചു കളയുന്നതിനാണ് ഖസമ എന്ന് എന്ത് ചെയ്യുന്നത്, അറബിയിൽ പറയുന്നത്. ഇതിലൊരു പുതിയ പദം അതാണ്, ഖസമ എന്ന പദം. ഖസംന എന്നാണ് പറഞ്ഞത്. ഖസമ, ഖസമ എന്ന് പറഞ്ഞാല് വേരോടെ പിഴുതെറിയുന്നതിനാണ് പിന്നെ ഖസമ എന്ന് പറയാം. ഒരു സമൂഹത്തെ പിന്നെ നമുക്കറിയാം, പലപ്പോഴും പല സമൂഹങ്ങൾ വേരോടെ പിഴുതെറിയപ്പെട്ടു, അതിനുപയോഗിക്കുന്ന പദാണ് ഈ ഖസമ. അപ്പൊ ഇതിന് അഹ്ലക്ക എന്നും അർത്ഥമുണ്ട്, ഹതമ എന്നും അർത്ഥമുണ്ട്, നശിപ്പിച്ചു, പിന്നെ അവരെ പറ്റെ നശിപ്പിച്ചു കളഞ്ഞു, ഉന്മൂലനം ചെയ്തു. മിൻ ഖറിയത്തിൽ, ഖറിയത്തിൽ ഖറിയ നാട്, അല്ലെങ്കിൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് നാടിനെ നശിപ്പിച്ചു എന്ന് പറഞ്ഞാൽ നാട്ടുകാരെ നശിപ്പിച്ചു. കാനത്ത് ലാലിമത്തൻ, കാനത്ത് അവർ അതായിരുന്നു, ആ നാട്ടുകാർ ആയിരുന്നു. ലാലിമത്തൻ, ലാലിമത്ത് അക്രമം പ്രവർത്തിക്കുന്നവർ, അക്രമികളായിരുന്നു. അൻശഅന, അൻശഅ ഉണ്ടാക്കി അല്ലെ. അൻശഅന എന്ന് പറഞ്ഞാൽ അൻശഅ, ഇവിടെ വന്ന ഈ ആയത്തിൽ വന്നൊരു പുതിയ പദമാണ് അൻശഅ, ഉണ്ടാക്കി. അൻശഅന എന്ന് പറഞ്ഞാലോ നാം ഉണ്ടാക്കി,
നാം ഉണ്ടാക്കി, അൻശഅന നാം ഉണ്ടാക്കി, ബഅദഹ അതിനുശേഷം, അതായത് ഈ തലമുറക്ക് ശേഷം, നശിപ്പിച്ച തലമുറക്ക് ശേഷം, ഖൗമൻ ആഖരീൻ മറ്റൊരു ജനവിഭാഗത്തെ. അപ്പൊ ഇവിടം വരെയാണ് നമ്മൾ എടുത്തത്. അതിന്റെ ബാക്കിയാണ് നമുക്ക് എടുക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് ആ ഭാഗം നമുക്ക് 3 ആയത്തുകൾ, അതിനുശേഷമുള്ള 12, 13, 14 ആയത്തുകൾ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് അതിന് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത ആയത്ത് ചേർത്ത് നമുക്കൊന്ന് ഓതി നോക്കാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ثم صدقناهم الوعد فأنجيناهم ومن نشاء وأهلكنا المسرفين. لقد أنزلنا إليكم كتابا فيه ذكركم أفلا تعقلون. وكم قصمنا من قرية كانت ظالمة وأنشأنا بعدها قوما آخرين. നമുക്ക് പുതിയതായിട്ട് 12, 13, 14 ആയത്തുകളൊന്ന് നോക്കാം. فلما أحسوا بأسنا إذا هم منها يركضون. ഒന്നുകൂടി നോക്കാം. فلما أحسوا بأسنا إذا هم منها يركضون. لا تركضوا وارجعوا إلى ما أترفتم فيه ومساكنكم لعلكم تسألون. قالوا يا ويلنا إنا كنا ظالمين. ഒന്നുകൂടി നോക്കാം. അതില് ഫലമ്മ, അവിടെ ഒരു മദ്ദിന്റെ ചിഹ്നം നമുക്ക് കാണാം അല്ലെ. നമ്മൾ ആവർത്തിച്ചു പറഞ്ഞാണ് ആ മദ് ഏതാണ്? ഹംസ വന്നു അല്ലെ. ഹംസക്ക് മുമ്പാണ് അവിടെ മദ് വന്നത്. അവിടെ മദ്ദിന്റെ അക്ഷരം ഏതാണ്? അലിഫാണ്. മദ്ദിന്റെ അക്ഷരം 3 അക്ഷരേ വരുള്ളൂ. ഏതൊക്കെയാണ്? അലിഫ്, വാവ്, യാ. ഇത് 3 നമ്മൾ കഴിഞ്ഞ ആയത്തുകളിൽ 3 ഉദാഹരണങ്ങൾ വന്നു. അതില് പിന്നെ അലിഫ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ അത് ഹംസക്ക് മുമ്പാണ് വന്നിരിക്കുന്നത്. അവിടെ നമ്മൾ 4, 5 ഹർക്കത്തിന്റെ അളവിൽ ഇതിനെ നമ്മൾ എന്ത് വിളിച്ചു? ഈ 2 പദങ്ങളിലായിട്ട് വരുന്നതിനെ മദ് മുൻഫസിലാണ് അല്ലെ. ഒരൊറ്റ പദത്തിലാണെങ്കിൽ മുത്തസിൽ എന്നാണ് നമ്മൾ പറയുക, ചേർന്ന് വരിക. ഇത് വേറിട്ട് വരുന്നതാണ് മദ് മുൻഫസിൽ. അപ്പൊ അവിടെ എന്ത് ചെയ്യണം? 5 ഹർക്കത്തിന്റെ അളവിൽ നീട്ടി ഓതണം നമ്മൾ. അപ്പൊ ഫലമ്മാ അഹസ്സൂ ബഅസനാ ഇദാ ഹും മിൻഹാ, അവിടെ 2 മീം സാക്കിനൊക്കെ ശേഷം അവിടെ മീം വന്നു. അപ്പൊ ഇദ്ഗാം ചെയ്തുകൊണ്ട് ഇദ്ഗാം ബിഗുന്ന. അപ്പൊ ഇദാ ഹും മിൻഹാ യർകുദൂൻ, അവിടെ വീണ്ടും മദ് മുൻഫസിൽ വന്നു അല്ലെ. ബഅസനാ, അവിടെ ഹംസക്ക് മുമ്പ് മദ്ദിന്റെ അക്ഷരം വന്നു. അപ്പൊ അവിടെ ബഅസനാ ഇദാ ഹും മിൻഹാ യർകുദൂൻ. അപ്പൊ ഒന്നുകൂടി നോക്കാം. ഫലമ്മാ അഹസ്സൂ ബഅസനാ ഇദാ ഹും മിൻഹാ يركضون. لا تركضوا وارجعوا إلى ما أترفتم, അവിടെ വർജിഊ
ഇലാ മാ ഉത്രിഫ്തും ഇലാ മാ ഉത്രിഫ്തും ഫീഹി വമസാകിനികും ലഅല്ലകും തുസ്അലൂൻ. അവിടെയും വർജിഉ അല്ലേ, ഹംസക്ക് മുമ്പ് അവിടെ മദ്ദിന്റെ അക്ഷരം ഏതാണ്? അലിഫല്ല, അവിടെ വാവാണ്. വർജിഉ. അതേപോലെ തന്നെ ഇലാ മാ ഉത്രിഫ്തും, അവിടെ രണ്ടായത്തുകളിലായിട്ട് 4 മദ് മുൻഫസിൽ അവിടെ വന്നു, മദ്ദിന്റെ അക്ഷരങ്ങൾ വന്നു. ആ 12ാമത്തെ ആയത്തില് അഹസ്സു, അവിടെ ഫലമ്മാ അഹസ്സു ബഅസനാ ഇദാ, അവിടെയും അതേപോലെ തന്നെ വർജിഉ ഇല, അതേപോലെ ഇലാ മാ ഉത്രിഫ്തും, ഇലാ മാ ഉത്രിഫ്തും. അപ്പൊ അവിടെയൊക്കെ മദ് മുൻഫസിലാണ്, 4 മദ് മുൻഫസിൽ ആ 2 ആയത്തുകളിലായിട്ട് വന്നു. ഒന്നുകൂടി ആയത്തുകൾ ഓതി നോക്കാം. فلما أحسوا بأسنا إذا هم منها يركضون لا تركضوا وارجعوا إلى ما أطرفتم فيه ومساكنكم لعلكم تسألون قالوا يا ويلنا إنا كنا ظالمين قالوا يا ويلنا إنا كنا ظالمين. അവിടെയും വൈലന എന്ന് വന്നു അല്ലെ, ഹംസക്ക് മുമ്പ് അവിടെ മദ്ദിന്റെ അക്ഷരം വന്നു. യാ വൈലന, അവിടെയും 4-5 ഹർക്കത്തിന്റെ അളവിൽ നമ്മൾ നീട്ടി ഉച്ചരിക്കണം. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ശിക്ഷ, ആ ശിക്ഷ അവർക്ക് എന്ത് ചെയ്തു? പല നാടുകളെയും നാം എന്ത് ചെയ്തു? ഉന്മൂല നാശം വരുത്തിയിരിക്കുന്നു എന്നാണ് അവസാനത്തെ ആയത്തിൽ നമ്മൾ പഠിച്ച 11ാമത്തെ ആയത്തിൽ പറഞ്ഞു വെച്ചത്. അതിനുശേഷം അവർക്കു ശേഷം ഒരു പുതിയ സമുദായത്തെ, ഒരു ജനതയെ എന്ത് ചെയ്തു? നാം ഉണ്ടാക്കുകയും ചെയ്തു എന്നാണ്. ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ച ഒരുപാട് സമുദായങ്ങളെ പറ്റി ഇവിടെ എന്ത് ചെയ്തു? സൂചിപ്പിച്ചു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പിന്നെ പറഞ്ഞു ഖൗമു നൂഹ്, അതേപോലെ ആദ്, സമൂദ്, ഖൗമു ഫിറഔന്റെ പിന്നെ ജനത, അതേപോലെ തന്നെ അബൂലഹബ്, ഇങ്ങനെ ഒരുപാട് ആളുകളുടെ നാശം വിശുദ്ധ ഖുർആൻ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? പഠിപ്പിച്ചു തരുന്നുണ്ട്. അതിൽ പലതും ഇന്ന് ബാക്കി പത്രങ്ങളായി ഭൂമിയിൽ ഇപ്പോഴും നിലനിൽക്കുന്നതുണ്ട്. നമുക്കറിയാം. അതിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ഖൗമു ലൂത്ത് അല്ലെ, ലൂത്ത് നബി അലൈഹി ഇസ്ലാമിയുടെ സമൂഹമാണ് ഏറ്റവും അതിദാരുണമായി ശിക്ഷിക്കപ്പെട്ടത്. കാരണം ആ നാട്ടിൽ സ്വവർഗരതി എന്ന് പറയുന്ന ഒരു തിന്മ ആദ്യമായി ലോക ജനതയിൽ ആദ്യം ചെയ്തവർ സദൂം ഗോത്രക്കാരാണ്. സദൂം എന്ന് പറയുന്ന ഒരു നാട്ടുകാരാണ്. അതുകൊണ്ടാണ് സഡോമിസം എന്നൊക്കെ പറയുന്നത്, സ്വവർഗരതി എന്ന് പറയുന്ന തിന്മ. അത് കാരണം 3 ടൈപ്പിലാണ് അവരെ ശിക്ഷിച്ചത്. അതിൻ്റെയൊക്കെ ബാക്കി പത്രങ്ങൾ ഇന്ന് നിലനിൽക്കുകയാണ് അല്ലെ. ഇന്ന് ചാവ് കടൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന അതിന്റെ ഒരു ആധാറാണ്. അപ്പൊ ഇതൊക്കെ കാണുമ്പോ ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് അതിൽ നിന്നൊക്കെ ഒരു വീണ്ടും വിചാരത്തിന് പ്രേരണ നൽകുന്ന അത്തരം നാശത്തിന്റെ ആ സ്ഥലങ്ങൾ ഇന്നും മനുഷ്യർക്ക് കാണാൻ, അവന്റെ കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന അവശിഷ്ടമായി അല്ലാഹ് നിലനിർത്തിയത് അതിനു വേണ്ടിയിട്ടാണ്, അവർക്ക് ചിന്തിക്കാനൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പൊ അതിലെ റസൂലുമാരെ, വിശ്വാസികളെ, അള്ളാഹു ഉദ്ദേശിക്കുന്നവരെ രക്ഷപ്പെടുത്തി എന്നൊക്കെ നമ്മൾ പഠിച്ചു. ഇനി ശിക്ഷ വന്നപ്പോ ഈ നിഷേധികളായ ആളുകളുടെ അവസ്ഥ എന്താണ്? അതാണ് നമ്മൾ പുതിയതായിട്ട് 12 മുതൽ നമ്മൾ എന്ത് ചെയ്യണത്? പഠിക്കണത്. നോക്കി, ഫലമ്മ അഹസ്സു. ഫലമ്മ, ലമ്മ എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്നാണ് അർത്ഥം. അങ്ങനെയാണ് അത് നമ്മൾ അർത്ഥം വെക്കുക, അപ്പോൾ അല്ലെങ്കിൽ അങ്ങനെ എന്നൊക്കെ. അപ്പോ അപ്പോൾ അഹസ്സു, അഹസ്സ എന്ന് പറഞ്ഞാൽ അതിലൊരു പുതിയ പദം അതാണ് അഹസ്സ. അഹസ്സ എന്ന് പറഞ്ഞാൽ അനുഭവിച്ചു എന്നൊക്കെ അർത്ഥമുണ്ട്. അഹസ്സ, അഹസ്സ അനുഭവിച്ചു. അപ്പൊ ഇവിടെ എന്താണ്? അഹസ്സു എന്നാണ് വന്നത്, അനുഭവിച്ചു. ഇവിടെ അഹസ്സു എന്ന് പറഞ്ഞാലോ, അപ്പൊ അഹസു എന്ന് പറയുമ്പോ അവർ അനുഭവിച്ചു. ആര്?
ഈ സത്യനിഷേധികളായ ആളുകൾ. അപ്പൊ ഫലമ്മാ അഹസ്സു എന്ന് പറഞ്ഞാലോ, അവർ അനുഭവിച്ചപ്പോൾ. ആരനുഭവിച്ചപ്പോ? അവർക്ക് അനുഭവപ്പെട്ടപ്പോൾ. ആർക്ക്? ഈ റസൂലുമാരെ കളവാക്കിയ, റസൂലുമാരെ നിഷേധിച്ച, അവരെ പരിഹസിച്ച, ഉത്ബോധനങ്ങൾക്ക് ചെവി കൊടുക്കാതിരുന്ന ആളുകളുണ്ടല്ലോ, അവരെയാണ് ഈ പറയുന്നത്. അവർക്ക് അനുഭവപ്പെട്ടപ്പോ എന്ത്? ബഅസന. അവിടെ നമ്മളൊരു പുതിയ പദം പഠിക്കുന്നത് ബഅസുൻ എന്നുള്ള പദമാണ് പഠിക്കുന്നത്. ബഅസുൻ എന്ന് പറഞ്ഞാൽ എന്താ? ബഅസുൻ ശിക്ഷ എന്നാണ് അർത്ഥം. ബഅസുൻ അദാബ് എന്ന അർത്ഥത്തിലാണ്. ഇവിടെ നമുക്കറിയാം, ഒരേ പദം തന്നെ വ്യത്യസ്ത അർത്ഥത്തിൽ എന്ത് ചെയ്യും? ഉപയോഗിക്കും. അപ്പൊ ശിക്ഷ എന്നാണ് അർത്ഥം. സാധാരണ ഖുർആനിൽ കൂടുതലായിട്ട് ഉപയോഗിച്ചത് അദാബ് എന്നാണ്. ഇവിടെ ബഅസ് എന്നാണ് ഉപയോഗിച്ചത്. ബഅസ് ശിക്ഷ, അദാബ്. അപ്പൊ ഇവിടെ ബഅസന എന്നാണ്. അപ്പൊ എന്താ അർത്ഥം? നമ്മുടെ ശിക്ഷ. അപ്പൊ നമ്മുടെ ശിക്ഷ അവർക്ക് അനുഭവപ്പെട്ടപ്പോൾ, ഫലമ്മാ അഹസ്സു ബഅസന, നമ്മുടെ ശിക്ഷ അവർക്ക് അനുഭവപ്പെട്ടപ്പോൾ, ഇദാഹും അപ്പോഴവരതാ, ഇദാഹും അപ്പോൾ അവരതാ, മിൻഹ എന്ന് പറഞ്ഞാല് അതിൽ നിന്ന്. ഏതിൽ നിന്ന്? ഈ ഹാ എന്തിലേക്കാണ് വരിക? ശിക്ഷയിൽ നിന്ന്, ബഅസിൽ നിന്ന്. ഈ ശിക്ഷയിൽ നിന്ന്, അപ്പോൾ അതിൽ നിന്ന്, അപ്പോഴവരതാ യർകുദൂൻ. അവിടെ ഒരു പുതിയ പദമാണ് റക്കല എന്ന് പറഞ്ഞാല് ചാടിപ്പോവുക, അതേപോലെ തന്നെ പിന്നെ ഓടിപ്പോവുക, രക്ഷപ്പെട്ടു പോവുക. ഇതൊക്കെയാണ് റക്കല, യർകുലു. അതിൽ നിന്നാണ് യർകുലൂൻ എന്ന പദം ഉണ്ടായിരിക്കുന്നത്. റക്കല ചാടിപ്പോവുക, രക്ഷപ്പെട്ടു പോവുക എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഇവിടെ ചാടിപ്പോവുക. അപ്പൊ ഇവിടെ എന്താണ്? യർകുലൂൻ എന്നാണ് പ്രയോഗിച്ചിരിക്കുന്നത്. അപ്പോ അവർ ചാടിപ്പോകുന്നു എന്നാണ് അർത്ഥം. ഏതിൽ നിന്ന്? ശിക്ഷയിൽ നിന്ന്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ ആളുകള് അള്ളാഹുവിന്റെ ശിക്ഷ അങ്ങോട്ട് വരുമ്പോ അവരെന്ത് ചെയ്യുന്നു? അവര് യർകുദൂൻ, അവരെന്ത് ചെയ്യുന്നു? ചാടിപ്പോകുന്നു, ഓടി രക്ഷപ്പെടുന്നു അവര്. അപ്പോ അതാണ്, ഒന്നുകൂടി നോക്കിയ, ഫലമ്മാ അഹസ്സു, അവർക്ക് അനുഭവപ്പെട്ടപ്പോൾ, ബഅസന നമ്മുടെ ശിക്ഷ. അപ്പൊ നമ്മുടെ ശിക്ഷ അവർക്ക് അനുഭവപ്പെട്ടപ്പോൾ, ഇദാഹും അപ്പോഴതാ അവർ, മിൻഹ അതിൽ നിന്ന്, ആ ശിക്ഷയിൽ നിന്ന്, യർകുദൂൻ അവര് ചാടിപ്പോകുന്നു, രക്ഷപ്പെട്ടു പോകുന്നു, അവർ ഓടിപ്പോകുന്നു. അപ്പോ ആ സമയത്ത് അതിന്റെ പൂർണ്ണമായ അർത്ഥം നോക്കിയേ. അങ്ങനെ നമ്മുടെ ശിക്ഷ അവർക്ക് അനുഭവപ്പെട്ടപ്പോൾ അവരതാ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കുന്നു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല, അപ്പൊ അല്ലാഹുവിന്റെ ധാരാളം ആയത്തുകളും താക്കീതുകളും ഉത്ബോധനങ്ങളും ഒക്കെ നൽകി അതിനെയൊന്നും സ്വീകരിക്കാതെ വിമുഖത കാണിച്ച ആളുകൾ, അതിനൊക്കെ അവഗണിച്ച് മുന്നോട്ട് പോയ ആളുകള് അവസാനം അള്ളാന്റെ ശിക്ഷ വന്നപ്പോ അവരെന്ത് ചെയ്യാണ്? ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. അവര് ശിക്ഷയിൽ നിന്ന് എങ്ങനെയാണ് കഴിച്ചിലാകുക? അവർ ഓടിപ്പോവുകയാണ്. ആ ഓടിപ്പോകുമ്പോ അതിനെ തുടർച്ചയായിട്ടുള്ള ആയത്ത് നോക്കിയാൽ ശരിക്കും അള്ളാഹ് ഓടിപ്പോകുമ്പോ അവരോട് പറയാണെന്ത്? അള്ളാഹ് പറയാണ് ലാ തർക്കുദു. റക്കല യർക്കുദു നമ്മൾ പഠിച്ചു, അതേ പദം തന്നെയാണ്, അതേ ക്രിയാണ് ഇവിടെ അല്ലെ. ലാ തർക്കുദു, അള്ളാഹ് അവരോട് പറയാണെന്ത്? ലാ തർക്കുദു, നിങ്ങൾ എന്ത് ചെയ്യണ്ട? ഓടിപ്പോണ്ട, ചാടിപ്പോണ്ട. വർജിഉ, റജാ മടങ്ങി അല്ലെ, ഇർജി നീ മടങ്ങ, വർജിഉ എന്നാണ്, നിങ്ങൾ മടങ്ങിക്കോ, നിങ്ങൾ മടങ്ങിപ്പോവുക. എവിടത്തേക്ക്? ഇലാമാ ഉത്തിരിഫ്തും ഫീ, തർഫിൽ നിന്നാണ് ഇതുണ്ട്. തർഫ് എന്ന് പറഞ്ഞാല് ആസ്വാദനം, ആഡംബരത്തിനൊക്കെയാണ് തർഫ് എന്ന് പറയും. തർഫ് ഇവിടെ എന്താ? ഉത്തിരിഫ്തും ഫീഹി, നിങ്ങൾ സുഖം അനുഭവിച്ചതായ, നിങ്ങൾ സൗഖ്യം അനുഭവിച്ചതിലേക്ക്. ഇല എന്ന് പറഞ്ഞാല് എന്താണ് അർത്ഥം? ലേക്ക് എന്നാണ് അല്ലെ. ഇലൽ ബൈത്ത്, ഇലൽ മസ്ജിദ് എന്ന് പറഞ്ഞാൽ പള്ളിയിലേക്ക്, ഇലൽ ബൈത്ത് വീട്ടിലേക്ക്. അപ്പൊ ഇവിടെ ഏതിലേക്ക് മടങ്ങാനാണ് അവരോട് പറയുന്നത്? ഇലാമാ ഉത്തിരിഫ്തും ഫീഹി, നിങ്ങൾ സൗഖ്യം അനുഭവിച്ചിരുന്നതിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യാ? ലാ തർക്കുദു, നിങ്ങൾ ഓടിപ്പോണ്ട, ചാടിപ്പോണ്ട. വർജിഉ, നിങ്ങൾ മടങ്ങിപ്പോവുക, നിങ്ങൾ മടങ്ങിപ്പോകുക. ഇലാമാ ഉത്തിരിഫ്തും ഫീഹി, നിങ്ങൾ സൗഖ്യം സുഖം അനുഭവിച്ചതിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യാ? മടങ്ങിപ്പോവുക. എവിടെയാണത്? വ മസാക്കിനിക്കും, നിങ്ങളുടെ മസാക്കിൻ എന്താ?
വാസസ്ഥലങ്ങൾ. മസ്കൻ എന്ന് പറഞ്ഞാൽ അറിയില്ല, വീട്, താമസ സ്ഥലത്തിനാണ് മസ്കൻ എന്ന് പറയാം. മസാക്കിൻ, നിങ്ങളുടെ വാസസ്ഥലങ്ങൾ. മസാക്കിനിക്കും, നിങ്ങളുടെ വാസസ്ഥലങ്ങൾ, നിങ്ങളുടെ താമസ സ്ഥലങ്ങൾ, നിങ്ങളുടെ പാർപ്പിടങ്ങളിലേക്കും നിങ്ങൾ എന്ത് ചെയ്യാ, മടങ്ങിപ്പോകുക. ലഅല്ലക്കും തുസ്അലൂൻ, ലഅല്ലക്കും നിങ്ങളായേക്കാം, തുസ്അലൂൻ ചോദിക്കപ്പെടുന്നവരായേക്കാം. നിങ്ങളെപ്പറ്റി അവിടെ ചോദിക്കപ്പെടുന്നവരായേക്കാം, നിങ്ങൾക്ക് പലതും ലഭിക്കപ്പെടുന്നവർ. യഥാർത്ഥത്തിൽ ഈ വചനം എന്താണ്? അല്ല നിങ്ങൾ ഓടിപ്പോണ്ട, നിങ്ങൾ മടങ്ങി വരി എന്നൊക്കെ പറഞ്ഞത് ഇത് ശരിക്കും അവരെ പരിഹസിക്കാണ്. കാരണം ഇത്ര നാളും അവരെന്ത് ചെയ്തു? അള്ളാനെയും അള്ളാന്റെ വഹീനെയും റസൂലുമാരൊക്കെ കളിയാക്കിയില്ലേ? ഇനി അവര് ശിക്ഷ വന്നപ്പോ അവരിങ്ങനെ പരക്ക ഓടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിപ്പോകുമ്പോ ഇവരെ കളിയാക്കിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണെന്ത്? നിങ്ങൾ എന്ത് ചെയ്യണ്ട, ലാ തർക്കുദു, നിങ്ങൾ ഓടിപ്പോണ്ട, ചാടിപ്പോണ്ട, വർജിഉ, നിങ്ങൾ എന്ത് ചെയ്തോ, മടങ്ങിപ്പോയിക്കോ. എവിടത്തേക്ക്? നിങ്ങൾ സുഖം കണ്ടെത്തിയിരുന്ന കുറെ ഇടങ്ങൾ ഉണ്ടായിരുന്നല്ലോ, അവിടെ ഇവിടങ്ങളിലൊക്കെ നിങ്ങൾ വട്ടം കൂടിയിരുന്ന് നബിമാരെയും വഹീനൊക്കെ കളവാക്കുകയും പരിഹസിക്കുകയൊക്കെ ചെയ്ത ഇടങ്ങളുണ്ടല്ലോ, നിങ്ങൾക്ക് സുഖം കിട്ടിയിരുന്നത് ഇടങ്ങൾ. ആ ഇടങ്ങളിലേക്ക് നിങ്ങൾ മടങ്ങിപ്പോയിക്കോ. നിങ്ങളുടെ പാർപ്പിടങ്ങളില്ലേ, അവിടൊക്കെ നിങ്ങൾ എവിടത്തേക്കാണ് ഈ ഓടിപ്പോകുന്നത് എന്ന് ചോദിച്ചാൽ അവരെ കളിയാക്കിക്കൊണ്ട് പരിഹസിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യാണ്, അവരെ വിളിക്കുകയാണ്. അപ്പൊ ഇവരെ ഓടിപ്പോകുന്ന ഇവരുടെ ഏറ്റവും ഖേദകരമായ അവസ്ഥയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യുന്നത്, ഇവിടെ കൃത്യമായിട്ട് അല്ലാഹു വരച്ചു കാണിക്കുന്നത്. അപ്പൊ താക്കീതുകള്, കിതാബുമാര്, റസൂലുമാര്, കൃത്യമായ നിർദ്ദേശങ്ങള് ഒക്കെ വന്നപ്പോ അതിന് എതിര് നിൽക്കുകയും റസൂലുമാരെ കളിയാക്കുകയും കളവാക്കുകയും ഒക്കെ ചെയ്ത ആളുകളാണ് എന്ത് ചെയ്യണത്, ഇങ്ങനെ പറയുന്നത്. അവര് റസൂലുമാരോടടക്കം അവര് പറഞ്ഞ വാക്കെന്താ? സൂറത്തു ഇബ്രാഹിമിലെ ഒരു ആയത്തുണ്ട്, ഇതിന് പിന്നെ വിശദീകരണത്തിൽ നമുക്ക് കാണാം. സൂറത്ത് ഇബ്രാഹിമിലെ 13-ാമത്തെ ആയത്ത്. ഈ സത്യനിഷേധികള് റസൂലുമാര് വന്നിട്ട് ഇതൊക്കെ പറഞ്ഞു കൊടുത്തപ്പോ, ഇതിലൊക്കെ നമുക്ക് ചില പാഠങ്ങളുണ്ട്, ഇൻഷാ അല്ലാഹ് പറയാം. റസൂലുമാര് വന്നിട്ട് ഇതൊക്കെ പറഞ്ഞു കൊടുത്തപ്പോ ഈ സത്യനിഷേധികൾ പറഞ്ഞെന്താ? സൂറത്ത് ഇബ്രാഹിമിലെ 13-ാമത്തെ ആയത്തിൽ അത് പറയുന്നുണ്ട്. വഖാലല്ലദീന കഫറൂ ലിറുസുലിഹിം, അവരിലെ അവിശ്വാസികൾ തങ്ങളിലേക്ക് വന്ന റസൂലുമാരോട് അവർ പറഞ്ഞു, ലനുഖ്രിജന്നകും മിൻ അർളിനാ, ഞങ്ങളുടെ നാട്ടിൽ നിന്ന് നിങ്ങളെ ഞങ്ങൾ പുറത്താക്കും. ആരാ പറഞ്ഞത്? ഈ നിഷേധികൾ പറഞ്ഞ വർത്താൻ ആരോട്? അള്ളാഹുവിന്റെ ആദരണീയരായ, അള്ളാഹു നുബുവത്ത് കൊടുത്തയച്ച നബിമാരോട് ഇവര് പറഞ്ഞ വാക്കാണെന്ത്? ഞങ്ങളെ നാട്ടിൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളെ പുറത്താക്കും ഞങ്ങൾ. ഇനി പുറത്താക്കാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഔ അല്ലെങ്കിൽ ലതഊദുന്ന ഫീ മില്ലത്തിനാ, നിങ്ങൾ ഞങ്ങളുടെ മില്ലത്തിലേക്ക്, ഞങ്ങളുടെ മതത്തിലേക്ക് തിരിച്ചു വന്നേ തീരൂ. ഫഔഹാ ഇലൈഹിം റബ്ബുഹും ലനുഹ്ലികന്നദ്ദാലിമീൻ, അവരുടെ രക്ഷിതാവ് അപ്പോൾ അവർക്ക് ദൂതന്മാർക്ക് വഹി നൽകി, തീർച്ചയായും നാം ആക്രമികളെ നശിപ്പിക്കുക തന്നെ ചെയ്യും. അപ്പോ അവസാനം ആരാണ് ഓടിപ്പോയത്? പുറത്താക്കും പറഞ്ഞത് സത്യനിഷേധികളാണ്, കാഫിറുകളാണ്. നബിമാര് വന്നിത് പറഞ്ഞപ്പോ നിങ്ങളെ ഞങ്ങൾ പുറത്താക്കും. പുറത്താക്കാതിരിക്കാനുള്ള അവരുടെ ഫോർമുല എന്താ? നിങ്ങൾ ഞങ്ങളെ മതത്തിലേക്ക് വരണം എന്ന് പറഞ്ഞാൽ ആ ഷിർക്കിന്റെ കുഫറിന്റെ മില്ലത്തിലേക്ക് നിങ്ങൾ തിരിച്ചു വരികയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ നാട്ടിൽ അങ്ങനെ മുന്നോട്ട് പോകാം. അവസാനം ആരാണ് ഓടിപ്പോകേണ്ടി വന്നത്? അള്ളാഹ് പറയാണ്, ശിക്ഷ വന്നപ്പോ, അള്ളാഹുവിന്റെ പരീക്ഷണം വന്നപ്പോ അവരെന്ത് ചെയ്തു? പരക്ക ഓടി. ശിക്ഷയിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ കഴിച്ചിലാൻ പറ്റോ എന്ന ഓട്ടത്തിലാണ് അവരുള്ളത്. ആ ഓട്ടത്തിനിടയിലാണ് അള്ളാഹ് എന്ത് ചെയ്യണത്? ഓരോ പരിഹസിച്ച് വിളിക്കണത്. നിങ്ങൾ എന്ത് ചെയ്യണ്ട, ഓടിപ്പോണ്ട, ചാടിപ്പോണ്ട. നിങ്ങൾ നിങ്ങളുടെ സുഖഭോഗങ്ങൾ കണ്ടെത്തിയിരുന്ന ഇടങ്ങളിലേക്ക് നിങ്ങൾ മടങ്ങിപ്പോയി. നിങ്ങളുടെ പാർപ്പിടങ്ങളിലേക്ക്, മസ്കനുകളിലേക്ക് നിങ്ങൾ മടങ്ങിപ്പോയി. ലഅല്ലക്കും തുസ്അലൂ, നിങ്ങൾ ചോദിക്കപ്പെടുമായിരിക്കാം. അപ്പോ ആരാണ് യഥാർത്ഥത്തിൽ പുറത്താക്കപ്പെട്ടവർ? ഇവരാണോ നിഷേധികളാണോ? യഥാർത്ഥത്തിൽ സത്യനിഷേധികളാണ് പുറത്താക്കപ്പെട്ടത് എന്നുള്ളതാണ്. എന്നിട്ട് അവർ ശിക്ഷ വന്നപ്പോ അവര് പറയുന്ന ഒരു വാക്കാണ് 14-ാമത്തെ ആയത്ത് കൊടുത്തത്. അവര് പറയുന്ന വാക്കെന്താ? ശിക്ഷ വന്നപ്പോ അവര് പറഞ്ഞ വാക്കെന്താ? അപ്പൊ അവിടെ നമ്മളൊരു പുതിയ പദം പഠിച്ചു. എന്താ പുതിയ പദം? അത്രഫ മാ ഉത്തിരിഫ്തും. അവള് പല ഖുർആൻ പഠിക്കുമ്പോ അവള് പല പദങ്ങളും ഒരു സാമ്യതയുള്ള പദങ്ങൾ ആവർത്തിച്ചു. ഇപ്പൊ അഹ്ലക എത്ര വട്ടം നമ്മള് സൂറത്ത് ത്വാഹയിൽ പഠിച്ചതാണ്. സാധാരണ ഖുർആൻ പഠിക്കുമ്പോൾ നമ്മൾ ആ പഠിക്കുന്ന ഭാഗം കൃത്യമായിട്ട് അതിന്റെ പദങ്ങൾ പഠിച്ചാൽ, ഇപ്പൊ നമ്മൾ നിസ്കാരത്തിൽ നിൽക്കുമ്പോൾ തന്നെ നമ്മൾ പഠിച്ച ഭാഗങ്ങൾ, ആ പദങ്ങൾ ആവർത്തിച്ചു വരുന്നു. വിഷയം വേറെയാണ്.
വിഷയവും സാഹചര്യവും ചരിത്രമൊക്കെ പറയണം. പക്ഷെ നമുക്ക് ചില കാര്യങ്ങൾ ഖുർആൻ ക്ലാസ്സിൽ സ്ഥിരം പഠിക്കുന്ന പദങ്ങളാണ് ഖുർആനിൽ എന്ത് ചെയ്യണത്. അപ്പൊ ഖുർആനിന്റെ പഠനം എന്ന് പറഞ്ഞാല് നമുക്ക് ഏറ്റവും എളുപ്പമാക്കി അള്ളാഹു തന്നിട്ടുണ്ട്. അത് പിന്നെ വളരെ കൃത്യമായിട്ട് നമുക്ക് അതിന്റെ ഭാഷയും അതിന്റെ തജ്വീദും അതിന്റെ അർത്ഥവും എല്ലാം നമുക്ക് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും. ചില പ്രായമുള്ളവരൊക്കെ ഇപ്പൊ പൊതുവെ പറയാം, എനിക്ക് എഴുത്തൊന്നും വലിയ വശമില്ല, എഴുതി തുടങ്ങിയാൽ അങ്ങോട്ട് റെഡിയാലാണ് അല്ലെ, നോട്ട് ബുക്കിലൊക്കെ എഴുതി തുടങ്ങിയാൽ അങ്ങ് റെഡിയാൽ. നമ്മുടെ ഖുർആൻ ക്ലാസ്സിൽ ഞാൻ സാധാരണ പറയാറുണ്ട്, 85 വയസ്സുള്ള മൂസക്ക, അദ്ദേഹമാണ് എൻ്റെ ക്ലാസ്സിലെ ഏറ്റവും പ്രായമുള്ള ഒരാളെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മൂപ്പര് ആണ് പിന്നെ ഇതിന്റെ നമ്പർ പറയാം, അത് ആയത്തിന്റെ നമ്പറും പിന്നെ അല്ല പേജിന്റെ നമ്പറൊക്കെ മൂപ്പരാണ് തുടക്കത്തിൽ പറയാം. ചിലർക്ക് ഈ കഴിഞ്ഞ ആഴ്ച എന്താ എടുത്തതെന്നുള്ളൊരു ഓർമ്മ ഉണ്ടാവില്ല. അപ്പോൾ എവിടെയാണ് ഇപ്പോൾ എടുത്തത് എല്ലാവരും ഇങ്ങനെ തരം മൂപ്പരായിട്ട് പറഞ്ഞു കൊടുക്കും. ഇപ്പൊ ആദ്യം വന്ന എനിക്ക് ഓർമ്മ ഉണ്ട്, എനിക്ക് എഴുത്തൊന്നും വലിയ ഭാഷയില്ല ഉസ്താദ് എന്നാ പറയാം. അപ്പോൾ കുറേ കാലം എഴുതൊക്കെ ചെയ്തിട്ട് നോട്ടൊക്കെ എടുത്ത് ഇങ്ങനെ എഴുതിയിട്ട് അപ്പോൾ മൂപ്പര് കാര്യങ്ങൾ പഠിച്ചപ്പോൾ അങ്ങനെ ട്രാക്ക് കയറിയപ്പോൾ പിന്നെ എന്ത് ചെയ്തു, വളരെ സ്മൂത്തായി. കാരണം ആദ്യത്തെ ആയത്തുകൾ ഇപ്പൊ നമ്മൾ സൂറത്തുൽ ഫാത്തിഹ പഠിച്ചു. ഫാത്തിഹ പഠിക്കുമ്പോൾ അതിൽ ഇസ്തിആദത്ത് പഠിക്കുന്നു, ബസ്മല പഠിക്കുന്നു, അതിലെ മറ്റു കാര്യങ്ങൾ പഠിക്കുന്നു, അർ റഹ്മാൻ അർ റഹീം. ഈ പല പദങ്ങളും പിന്നീട് എന്ത് ചെയ്യുന്നു, ശൈലികളും ഖുർആനിൽ ആവർത്തിക്കപ്പെടുകയാണ്. അപ്പൊ ഫാത്തിഹ പഠിച്ച് അൽ ബഖറയിലേക്ക് ഒരാൾ കടന്നാലോ അയാൾക്ക് കുറെ കാര്യങ്ങൾ പിന്നെ എന്ത് ചെയ്തു, പിന്നെ പറയേണ്ടതില്ല, പിന്നെ കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞതുപോലെ എന്ന് പറഞ്ഞു വിട്ടാൽ മതി നമുക്ക്. പിന്നെ ആയത്തുകൾ വരുമ്പോ ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ കേവലാക്ഷരങ്ങൾ സൂറത്തുൽ ത്വാഹയിൽ നമ്മൾ ത്വാഹ പഠിച്ചു, എത്രങ്ങാനും വചനങ്ങൾ ഒന്നിച്ചതിന്റെ ഉദ്ദേശങ്ങൾ പഠിച്ചു നമ്മൾ അല്ലെ. ഒരുപാട് കാര്യങ്ങൾ ഹാമീം യാസീൻ എല്ലാത്തിന്റെ ഉദ്ദേശം ഒരൊറ്റ ആയത്ത് നമ്മൾ പഠിച്ചു. അപ്പൊ ഖുർആൻ നമ്മളോട് പറഞ്ഞതാണ് വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്രി ഫഹൽ മിൻ മുദ്ദക്കിർ. ഈ ഖുർആനിനെ നാം ഏറ്റവും എളുപ്പമുള്ളതാക്കി, ഇതിന് പഠിക്കാനും ചിന്തിക്കാനും തയ്യാറുള്ളവരുണ്ടോ എന്നാണ് ഖുർആന്റെ ചോദ്യം. അപ്പൊ ഇവിടെ ഈ ലാലിമകളുടെ, ഞാനിത് സാന്ദർഭികമായി പറഞ്ഞത്, നമ്മുടെ പഠനം എന്ന് പറഞ്ഞാൽ അത് എന്ത് ചെയ്യണം, കണ്ടിന്യൂ ആയിട്ട് മാറണം. നമ്മളാരും ഫോളോ അപ്പ് ചെയ്യേണ്ടതില്ലാത്ത വിധം നമ്മളെല്ലാ ആഴ്ചയും എന്ത് ചെയ്യണം, ഖുർആന്റെ ഈ പഠനത്തിന്റെ ആ രുചി അനുഭവിച്ചാൽ പിന്നെ അത് വിടൂല നമ്മൾ. അതങ്ങനെ അങ്ങോട്ട് എന്ത് ചെയ്യണം, അതിന്റെ പഠനത്തിന്റെ കൂടെ നമ്മൾ അങ്ങനെ പോകണം. നമ്മളൊരാഴ്ചയിൽ ഒരു 45-50 മിനിറ്റാണ് എന്ത് ചെയ്യുക ശനിയാഴ്ച കിട്ടുക. അപ്പൊ അതില് ഞാൻ പറഞ്ഞ അതിൽ ഒതുങ്ങരുത്. നമ്മൾ അമാനി മൗലയുടെ തഫ്സീർ ഉണ്ട്, ആ തഫ്സീറൊക്കെ എടുത്ത് ഒന്ന് വായിച്ചു നോക്കി നമുക്ക് കുറെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. 10-20 തഫ്സീറുകൾ ഒന്നിച്ചു വായിച്ചാൽ അതിന്റെ എല്ലാം ഒരു സംഗ്രഹം, അതിന്റെ ഒരു ചുരുക്കം അമാനി മൗലയുടെ തഫ്സീറിൽ ഉണ്ട് എന്നാണ് നമുക്ക് തോന്നുക. കാരണം അമാനി മൗലവി തഫ്സീർ എഴുതുന്നത് നമ്മളെ പുതിയ ആധുനിക ടെക്നോളജിയുടെ കാലഘട്ടത്തിലല്ല, 1970-കളിലാണ്. മലപ്പുറം ജില്ലയിലെ വാണിയമ്പലത്ത് ഒരു ചായക്കടയുടെ മുകളിൽ ഒരു ഇരുട്ട് മുറിയിൽ ഒരു ചിമ്മിണി വിളക്ക് കത്തിച്ചു വെച്ചാണ് അദ്ദേഹം കൈപ്പടയിലാണ് തഫ്സീർ എഴുതിയതെന്നൊക്കെ ചരിത്രത്തിൽ കാണാം. അദ്ദേഹത്തിന്റെ ഈ നെറ്റിയുടെ ഈ ഭാഗത്ത് ഇങ്ങനെ ഒരു പാട് വന്നിരുന്നു എന്നാണ്. അതിന്റെ ചിമ്മിണി വിളക്കിന് ആ പുക ഉണ്ടല്ലോ, ആ പുക ഇങ്ങനെ അതിന്റെ മുന്നിൽ ഇരുന്നിട്ട് അത് എഴുതാനും ഒരു കാരണമുണ്ട്. നമുക്കറിയാം എഴുതാനൊരു കാരണം, അത് പാലക്കാട് ജില്ലയിലെ ഒരു സാധാരണക്കാരൻ നമ്മുടെ സംസ്ഥാന ഓഫീസിലേക്ക് മുജാഹിദ് സെന്ററിലേക്ക് ഒരു കത്തെഴുതിയതാണ്. ആ പഴയ ആ ഒരു മഞ്ഞ കളറിലൊരിതില്ല, അതിൽ കത്തെഴുതിയതാണ്. എന്ത്, ഞങ്ങൾക്ക് സാധാരണക്കാർക്ക് എന്ത് ചെയ്യണം, ഖുർആന്റെ ആശയവും അർത്ഥമൊക്കെ പഠിക്കാൻ ഒരു സംവിധാനം വേണം. അതൊരു കമ്മിറ്റി ചർച്ച ചെയ്തു, അതിനൊരു ടീം രൂപപ്പെടുത്തി. അതിൽ അമാനി മൗലവി ലീഡർ, മൂസ മൗലവി, ഇങ്ങനെ കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നു, പണ്ഡിതന്മാർ. അള്ളാഹു അവർക്കൊക്കെ മർഹമത്തും മഗ്ഫിറത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അപ്പൊ ആ എഴുത്തങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അദ്ദേഹത്തിന്റെ പലരും വഫാത്തായി മരണപ്പെട്ടു. അദ്ദേഹം ആ ഉദ്യമം പൂർത്തിയാക്കുകയാണ്. അത് 8 വാള്യങ്ങളായി, ആദ്യം 4 വാള്യം 8 വാള്യങ്ങളായി നമ്മുടെ കയ്യിലുണ്ട്. ഞാൻ പറയുന്നത് നമ്മള് ഖുർആൻ ക്ലാസ്സിലെ പിന്നെ ആ പഠനത്തിന്റെ അപ്പുറത്ത് തഫ്സീറൊന്നും മലയാള തഫ്സീറാണല്ലോ, നമുക്ക് എടുത്ത് വായിച്ചു നോക്കാം. അതേപോലെ ഒരുപാട് സംവിധാനങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഇപ്പൊ അന്നൂർ, നമ്മുടെ പീസ് റേഡിയോയിൽ ഖുർആൻ ക്ലാസ്, ഒരുപാട് ഖുർആൻ ക്ലാസ്സുകളുണ്ട്. അതിലേറ്റവും പിന്നെ ആളുകൾ ഫോളോ ചെയ്യുന്നത് അന്നൂറാണ്, അബ്ദുൽ ജബ്ബാർ അബ്ദുള്ള മദീനിയുടെ അന്നൂർ. അപ്പോൾ വളരെ ഡീപ്പായിട്ടുള്ള പഠനങ്ങളാണ് അതിലൊക്കെ നടക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത് അതൊക്കെ നമുക്കൊന്ന് മനസ്സ് വെച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും. ഞാൻ വളരെ തിരക്കുള്ള ഒരു പിന്നെ എല്ലാ ദിവസവും രാവിലെ ജോലിക്ക് പോകുന്ന ഒരാളുടെ വീട്ടിൽ എത്തിയപ്പോൾ, ഒരു യാദൃച്ഛികമായി എത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ നമ്മൾ ഇതേപോലത്തെ ഒരു ഡയറി ഉണ്ട്. ആ ഡയറി അദ്ദേഹം എടുത്തിട്ട് നമ്മുടെ ഈ പീസ് റേഡിയോയിൽ നടക്കുന്ന ലൈഫ് കോഴ്സുകള്, അന്നൂർ കോഴ്സുകള്, എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നുന്നു. അദ്ദേഹത്തിന് നമുക്ക് ഭയങ്കര തിരക്കാണ്, സമയമില്ല എന്ന് തോന്നുന്ന അദ്ദേഹം എല്ലാം കൃത്യമായിട്ട് അതിന്റെ ആയത്ത് നമ്പർ കാര്യങ്ങളൊക്കെ, നമ്മുടെ ഒരു സജീവമായ ഒരു പ്രവർത്തകനാണ് അദ്ദേഹം. ഈ
കമ്പി സിമെന്റ് ഇതൊക്കെ ചുമന്ന് കൊണ്ടുപോകുന്ന ഒരു ജോലി ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹം ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്യണം. ഓരോ ക്ലാസ്സിന്റെ ഡേറ്റ് ഇട്ടിട്ട് അതിന്റെ ആയത്തിന് നമ്പർ എഴുതിയിട്ട്, ഞാൻ പറഞ്ഞത് നമുക്കും അങ്ങനെ പറ്റും. അപ്പൊ നമുക്കൊരു ഡയറി ആക്കണം, ആ ഒരു പെന്ന് വേണം, നമ്മളെ പേരൊക്കെ എഴുതി മനോഹരാക്കി അത്തരം കോഴ്സുകൾ അറ്റൻഡ് ചെയ്യാൻ. ഞാൻ പറയും നമുക്കൊരു വയലിൽ നിന്ന് കിട്ടുന്ന ഒരറിവുണ്ട്, അതൊരു കോമൺ ആയിട്ട് ഒരു തസ്കിയത്താണ് നമുക്ക് കിട്ടുക. പക്ഷെ ഇത്തരം ഖുർആൻ ക്ലാസ്സിൽ നിന്നും ദർസുകളിൽ നിന്നാണ് നമുക്കൊരു ഡീപ്പായിട്ടുള്ള കാര്യങ്ങളൊന്ന് ഇൽമിയായ ഒരു തലങ്ങൾ നമ്മൾക്ക് കിട്ടുക. അപ്പൊ അതിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് കൂടുതൽ എന്ത് ചെയ്യും, കൂടുതൽ കാര്യങ്ങൾ പഠിക്കും. അതിനനുസരിച്ച് നമ്മുടെ ഈമാൻ ഡെവലപ്പായി വരും. നമുക്കൊരു ഇഖ്ലാസ് ഈമാനൊക്കെ വർദ്ധിക്കാനുണ്ട്. അള്ളാഹുവിനെ പറ്റി ദീനിന്റെ ആഴത്തിലുള്ള പഠനങ്ങൾ, ആ പഠനത്തിലേക്ക് ഇൻഷാ അല്ലാഹ് നമ്മൾ വരണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇവിടെ ഈ ശിക്ഷ വരുമ്പോ 14-ാമത്തെ ആയത്തുകൂടി നമുക്ക് എടുക്കാം. ഈ ശിക്ഷ വരുമ്പോ അവര് പറയുന്ന ഒരു വാചകാണ്. എന്താ അവര് പറയുന്നത്? ഖാലൂ യാ വൈലനാ ഇന്നാ കുന്നാ ളാലിമീൻ. അവര് പറയുന്നതാണ് ഖാലൂ, അവർ പറയുന്നതാണ്. അവര് പറയും. എന്താ അവര് പറയുന്നത്? യാ വൈലന. ഖുർആനിൽ ധാരാളം സ്ഥലത്ത് വന്നൊരു പ്രയോഗമാണ് അല്ലെ, യാ വൈലന. എന്താണ് യാ വൈലന? ഞങ്ങളുടെ നാശമേ എന്നാണ്. വൈൽ എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലെ? ഒരുപാട് സ്ഥലത്ത് വൈലുൻ എന്ന് വന്നില്ലേ? വൈലുൽ ലിൽ മുതഫിഫീൻ അല്ലെ, വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ അല്ലെ, പലയിടത്തും വൈല് വന്നു. പിന്നെ മൂസാ നബി പറഞ്ഞൊരു വാക്കിലുണ്ടായി, വൈലക്കും ലാ തഫ്തറു അലല്ലാഹി കദിബൻ. പഠിച്ചില്ലേ നമ്മള്? സൂറത്തു താഹയിലുണ്ട് വൈലക്കും എന്ന്. സാഹിർമാരോട് മൂസാ നബി മത്സരത്തിന് നിന്നപ്പോ അതിന്റെ തൊട്ടു മുമ്പ് പറഞ്ഞില്ലേ വൈലക്കും എന്ന് പറഞ്ഞില്ലേ? വൈലക്കും. ഇവിടെ വൈൽ എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത അർത്ഥങ്ങളുണ്ട്. ഈ നാശം, അവർക്ക് വൈലുണ്ട് എന്ന് പറഞ്ഞാൽ വാദിൻ ഫി ജഹന്നം, വൈലുല്ലി കുല്ലി ഹുമസത്തിൽ ലുമസ, എല്ലാ കുത്തിപ്പറയുന്നവനും അവഹേളിക്കുന്നവനും നാശം. അപ്പൊ ഈ വൈലുണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്ന്, അവർക്ക് നരകത്തിൽ ഒരു പ്രത്യേകമായ വാദിൻ ഫി ജഹന്നം, ജഹന്നമിലെ ഒരു പ്രത്യേക താഴ്വരയാണെന്ത് വൈൽ എന്ന് പറഞ്ഞവരുണ്ട്. അല്ലെങ്കിൽ അവർക്ക് നാശമുണ്ട്, ശിക്ഷയുണ്ട്. ഇത് യാ വൈലന, ഞങ്ങളുടെ നാശമേ എന്ന് അവർ പറയാണ്. ഇവിടെ പണ്ഡിതന്മാർ കൊടുത്ത വൈലിനുള്ള അർത്ഥം അദ്ദുആഉ ബിൽ വൈലി വസ്സുബൂരി വന്നദ്മി വൽഇഖ്റാറി അലാ അൻഫുസിഹിം ബിൽദുൽം. അതായത് വിളിച്ചു പറയലാണ് ബിൽ വൈൽ, നാശം കൊണ്ട് വിളിച്ചു പറയാ. വസ്സുബൂരി കഷ്ടം, വന്നതും ഖേദം, വൽഇഖ്റാരി അലാ അൻഫുസിഹിം ഒരാൾ ഞങ്ങൾ അക്രമം ചെയ്തുവെന്ന അംഗീകാരമാണ്. ഒരാൾ അത് സ്വമേധയാ എന്ത് ചെയ്യാ, സമ്മതിക്കുക. എന്നിട്ട് ആ നാശത്തെ എന്ത് ചെയ്യാ, ഒരാൾ വിളിച്ചു പറയാ. ഇതാണ് യഥാർത്ഥത്തിൽ യാ വൈലനാ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാശമേ, ഞങ്ങളുടെ കഷ്ടമേ എന്നാണ് അവര് വിളിച്ചു പറയാൻ. സ്വയം നാശത്തെ അവര് വിളിച്ചു പറയാം. ഞങ്ങൾ അപകടത്തിൽ, അതൊരു ഖേദപ്രകടനമാണ് യഥാർത്ഥത്തിൽ, ഒരു വിലാപമാണ് യഥാർത്ഥത്തിൽ ഈ ആളുകൾ നടത്തുന്നത്. എന്നിട്ട് അവര് പറയുന്നത് എന്താ? ഇന്നാ കുന്നാ ളാലിമീൻ, ഇന്നാ കുന്നാ, തീർച്ചയായും ഞങ്ങൾ ആയിരുന്നു. എന്തായിരുന്നു? ളാലിമീൻ. ളാലിമ അക്രമികളായിരുന്നു ഞങ്ങൾ. അപ്പൊ അവര് പറയുന്ന വർത്താനാണത്, ഞങ്ങൾക്ക് നാശം, അയ്യോ ഞങ്ങൾക്ക് നാശം, യാ വൈലന, ഞങ്ങളുടെ നാശമേ. എന്നിട്ട് അവര് പറയുന്നത് തീർച്ചയായും ഞങ്ങൾ അക്രമികളായി പോയിരിക്കുന്നു എന്നാണ് അവര് വിലപിക്കുന്നത്. അപ്പൊ അള്ളാന്റെ ശിക്ഷ വരുമ്പോഴാണ് പലർക്കും എന്ത് ചെയ്യണത്, തിരിച്ചറിവുകൾ വരിക. പക്ഷെ ആ തിരിച്ചറിവ് കൊണ്ട് കാര്യമുണ്ടോ? ഇല്ല. ഇപ്പൊ ഫിറഔൻ പോലും ശിക്ഷ വന്നപ്പോ എന്ത് പറഞ്ഞു? അവൻ ലാ ഇലാഹ ഇല്ലല്ലദീ ആമനത്ത് ബനൂ ഇസ്രായീൽ, ബനൂ ഇസ്രായീല്യർ വിശ്വസിച്ചിരുന്നതായ റബ്ബിൽ ഞാൻ വിശ്വസിച്ചു എന്നവൻ പറഞ്ഞു. അപ്പൊ അല്ലാഹ് ചോദിച്ചു, അൽ ആൻ, ഇപ്പോഴാണോ എന്ന് ചോദിച്ചു. ഇപ്പോഴാണോ? ഇത്രയും ആയത്തും എല്ലാം കണ്ടിട്ടു ഇപ്പോഴാണോ? ഈ ഹദീസ് ഉദ്ധരിക്കുന്ന ഇമാം ബുഖാരിയുടെ ഒരു ഹദീസ് സ്വഹീൽ ബുഖാരിയിൽ. അതില് പിന്നെ ഫിറൗൻ ഇത് പറയുമ്പോ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം അവന്റെ തൊള്ളയിലേക്ക്, അവന്റെ വായിലേക്ക് ചളി വാരി എറിഞ്ഞു എന്ന് പറയുന്ന ഒരു ഹദീസിന്റെ പ്രയോഗം കാണാം. എന്തിനാണ് ചളി വാരി എറിഞ്ഞത്? അവന് അള്ളാഹുവിന്റെ റഹ്മത്ത് അവന് ലഭിച്ചേക്കുമോ എന്ന പേടി കാരണമാണ് ജിബ്രീൽ അലൈഹിസ്സലാം. കാരണം അള്ളാഹിന്റെ റഹ്മത്തിന് ഒരു നിലക്കും അർഹനല്ല ആര്? ഫിറൗൻ. ആൺകുട്ടികളെ നിഷ്ഠൂരമായി കൊന്നവൻ, പലരെയും കൊന്നു തള്ളിയവൻ, റുബൂബിയത്ത്, അതിനേക്കാളപ്പുറത്ത് റുബൂബിയത്ത് വാദിച്ചവൻ, ഉലൂഹിയത്ത് വാദിച്ചവൻ, അള്ളാഹുവിന്റെ സ്ഥാനത്തെ വാദിച്ചൊരാള്
മരിക്കണ സമയത്തില എന്ന് പറഞ്ഞ ഈ ഹദീസിന് എന്ത് കിട്ടി നമുക്ക് പോയിന്റ്? അള്ളാന്റെ റഹ്മത്ത് അത്ര വിശാലാണെന്നാണ്. ഫിറഔന് പോലും ലഭിച്ചേക്കുമോ എന്ന് മലക്കുകൾ പേടിച്ച റഹ്മത്താണ്. ആരുടെ റഹ്മത്ത്? അള്ളാന്റെ റഹ്മത്ത്. അത് കിട്ടാതിരിക്കാൻ, പറയാതിരിക്കാനാണ് ഇവരെന്ത് ചെയ്യണത്? വായിൽ ചളിയിടുന്നത്. ഇവൻ ഇത് പറയരുത്, പറഞ്ഞിട്ടെങ്ങാനും ഇവന് കഴിച്ചിലായി പോയാലോ, അള്ളാന്റെ റഹ്മത്ത് കിട്ടിയാലോ എന്നാണ് മലക്കുകൾ ആലോചിക്കണത്. അപ്പോ ആളുകൾ ആ സമയത്താണ് എന്ത് ചെയ്യണത്? ഒരു ശിക്ഷ വരുമ്പോ, ഒരു ദുരന്തം വരുമ്പോ, ഒരു പരീക്ഷണം വരുമ്പോഴാണ് ആളുകൾ എന്ത് ചെയ്യണത്? അവരുടെ ഇന്നലകളിലെ പാപങ്ങളെ പറ്റിയും തെറ്റുകളെ പറ്റിയൊക്കെ ആലോചിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് നന്നാവാൻ അള്ളാന്റെ ശിക്ഷയെ കാത്തിരിക്കുകയാണോ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ചോദിക്കുന്നുണ്ട്. അപ്പൊ കടുത്ത പരീക്ഷണം, ശിക്ഷ ഇറങ്ങുമ്പോഴാണ് ആളുകൾ മനസ്സിലാക്കുന്നത്. അപ്പൊ നമ്മൾ ഒരിക്കലും അങ്ങനത്തെ ഒരു അവസ്ഥയിൽ എന്ത് ചെയ്യരുത്? അവസാനം അവധി ചോദിക്കുകയും വിലാപങ്ങൾ പറയുന്നത്, ഇതൊക്കെ കൃത്യമായിട്ട് അള്ളാഹു മുമ്പേ നമുക്ക് പറഞ്ഞാൽ എന്തിനാണ്? ഇത്തരം അവസ്ഥകൾ നമുക്കില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് പിന്നീട് പറയും എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല, ഇപ്പൊ പരലോകത്ത് നടക്കുന്ന പല കാര്യങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തരുന്നുണ്ടല്ലോ. അതൊക്കെ എന്തിനാണ്? അവിടെ അങ്ങനെ പറയാതിരിക്കാനാണ്. മനുഷ്യന്മാര് പിന്നെ പല കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിൽ ഇപ്പൊ നരകത്തിലേക്ക് പോകുമ്പോ അവര് പറയും ഞങ്ങളുടെ നാശം, ഈ വയില് പറയുന്നുണ്ട്. ഇതൊക്കെ എന്തിനാണ്? ഇതൊക്കെ നമുക്ക് ആ സന്ദർഭത്തിൽ പറയാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പോ ഇവിടെ നമുക്ക് പിന്നെ മരണത്തിന്റെ സമയത്ത് പലരും പറയുന്ന ഒരു വിലാപമുണ്ടല്ലോ അല്ലെ? പലരും പറയുന്ന ഒരു വിലാപാണ് മരണം വന്നെത്തുമ്പോ. അവിടുന്ന് ചില ആളുകൾ ചിന്തിക്കും, അവിടുന്ന് മലക്കുകളെ നേരിട്ട് കാണും. ചില ആളുകൾ അവിടുന്ന് വിലപിക്കുന്നതാണ്. അവര് പറയും, സൂറത്ത് മുഅ്മിനൂനിൽ പറഞ്ഞില്ലേ, ഖാല റബ്ബിർജിഊൻ, ഞങ്ങളെ ഒന്ന് മടക്കി തരുമോ റബ്ബേ, ലഅല്ലി അഅമലു സ്വാലിഹൻ ഫീമാ തറക്തു, ഞങ്ങൾ ഉപേക്ഷ വരുത്തിയതായ സർവ്വ നന്മകളും ഞങ്ങൾ ചെയ്തു കൊള്ളാം. അവര് പറയാണ്, ഞങ്ങൾ ഖുർആൻ ക്ലാസ്സിന് പോയിക്കോളാം, ജമാഅത്തിന് പങ്കെടുത്തോളാം, ജുമാക്ക് പോയിക്കോളാം, എല്ലാം വിജ്ഞാന സദസ്സുകൾക്ക് പോയിക്കോളാം, എല്ലാ നല്ല കാര്യങ്ങളും ഞങ്ങൾ ചെയ്തോളാം, ഞങ്ങൾ ഒന്നും അടക്കി തരും. എപ്പോഴാണ് ചോദിക്കണത്? മരണം അവസാന ബെല്ലും മുഴങ്ങിയപ്പോഴാണ് അവര് തോന്നുന്നത്. അപ്പൊ ആ വിലാപങ്ങൾ കൊണ്ട് കാര്യമില്ല. ആ വിലാപമാണ് ഈ വിലാപം. സത്യനിഷേധികളായ ആളുകൾ ശിക്ഷ വന്നപ്പോ അവര് പറയുന്ന വർത്താനം എന്ത്? യാ വൈലന ഇന്നാ കുന്നാ ളാലിമീൻ എന്നവര് പറയാണ്. അപ്പൊ ഇൻഷാ നമുക്ക് ബാക്കി എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഒന്നും കൂടി നോക്കാം 3 ആയത്തുകള്, പിന്നെ 12 മുതൽ. ഫലമ്മാ അഹസു, അവർക്ക് അനുഭവപ്പെട്ടപ്പോൾ, ബഅസന, ബഅസന നമ്മുടെ ശിക്ഷ, ഇദാഹും അപ്പോഴതാ അവർ, മിൻഹ അതിൽ നിന്ന്, ശിക്ഷയിൽ നിന്ന്, യർകുദൂൻ ചാടിപ്പോകുന്നു. 13 ലാ തർകുദൂ, അല്ലാഹു പറയുന്നു, ലാ തർകുദൂ നിങ്ങൾ ചാടിപ്പോകേണ്ട, വർജിഊ നിങ്ങൾ മടങ്ങിപ്പോകൂ, നിങ്ങൾ മടങ്ങിപ്പോവുക, ഇലാമാ ഉത്രിഫ്തും ഫീഹി നിങ്ങൾ സുഖം അനുഭവിച്ചിരുന്നതിലേക്ക്, നിങ്ങൾ സൗഖ്യം അനുഭവിച്ചിരുന്ന ആസ്വാദനങ്ങളിലേക്ക് നിങ്ങൾ മടങ്ങിപ്പോകും. വമസാകിനിക്കും നിങ്ങളുടെ വാസസ്ഥലങ്ങളിലേക്ക്, പാർപ്പിടങ്ങളിലേക്ക്, ലഅല്ലക്കും നിങ്ങളായേക്കാം, തുസ്അലൂൻ ചോദിക്കപ്പെടുന്നവർ. ഖാലൂ അവര് പറഞ്ഞു, യാ വൈലനാ അയ്യോ ഞങ്ങളുടെ നാശമേ, ഞങ്ങളുടെ നാശമേ, ഞങ്ങളുടെ കഷ്ടമേ, ഇന്നാ കുന്നാ തീർച്ചയായും ഞങ്ങളായിരുന്നു, ളാലിമീൻ അക്രമികൾ. അപ്പൊ ഒന്നുകൂടി നമുക്ക് ആയത്തുകൾ എന്ത് ചെയ്യാം? ഒന്ന് ഓതി നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫലമ്മാ അഹസ്സൂ ബഅസനാ ഇദാ ഹും മിൻഹാ യർകുദൂൻ. ലാ തർകുദൂ വർജിഊ ഇലാ മാ ഉത്രിഫ്തും ഫീഹി വമസാകിനിക്കും ലഅല്ലക്കും തുസ്അലൂൻ. ഖാലൂ യാ വൈലനാ ഇന്നാ കുന്നാ ളാലിമീൻ. ഒന്നുകൂടി നോക്കാം. ഫലമ്മാ അഹസ്സൂ ബഅസനാ ഇദാ ഹും മിൻഹാ യർകുദൂൻ. ലാ തർകുദൂ വർജിഊ ഇലാ മാ ഉത്രിഫ്തും ഫീഹി വമസാകിനിക്കും ലഅല്ലക്കും തുസ്അലൂൻ. ഖാലൂ യാ വൈലനാ ഇന്നാ
കുന്നാ ളാലിമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ പഠിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമുക്കറിയാം, നമ്മുടെ ഒരു കൂട്ടായ്മ മുന്നോട്ട് വെച്ച വലിയ ഒരു പദ്ധതിയാണ് ടീച്ചേഴ്സ് കെയർ എന്നുള്ളത്. നമ്മുടെ മദ്രസാധ്യാപന രംഗത്ത് വർക്ക് ചെയ്യുന്ന ആളുകൾ, അവർ പൊതുവെ പിന്നെ ചെറിയ സാലറിക്ക് വർക്ക് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. നമ്മുടെ പിന്നെ ലേഡീസ് ആണെങ്കിലും ജെൻസ് ആണെങ്കിലും അവിടെ ഒരുപാട് കഷ്ടപ്പെടുന്ന ആളുകൾ, നമുക്ക് അപേക്ഷകൾ കിട്ടിയത് ഒരുപാട് ആളുകളുടെ അപേക്ഷകൾ ഉണ്ട്. ഒരു ക്ഷേമനിധിയാണ്, ഒരു പുതിയ പ്രൊജക്റ്റാണ്. അപ്പം അതിൽ വീട് നിർമ്മാണം വരുന്നുണ്ട്. ഒരുപാട് ആളുകൾ വീടില്ലാത്തവരുണ്ട്, കൂട്ടുകുടുംബങ്ങളിൽ കഴിയുന്നവരുണ്ട്, അതേപോലെ ചികിത്സാ സഹായം ആവശ്യമുള്ളവരുണ്ട്, അതേപോലെ മക്കളുടെ പഠനം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് ആവശ്യമുള്ള നമ്മുടെ ടീച്ചേഴ്സ് ഉണ്ട്, അധ്യാപകന്മാർ, അധ്യാപികമാർ, മദർസയിൽ വർക്ക് ചെയ്യുന്ന. അതുകൊണ്ട് തന്നെ നമ്മളൊരു പുതിയ പ്രൊജക്റ്റ്, ടീച്ചേഴ്സ് കെയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയ പ്രൊജക്റ്റ് ആണുള്ളത്. അതിൽ നിലവിൽ ആദ്യഘട്ടത്തിൽ അപേക്ഷ ക്ഷണിച്ചപ്പോൾ ഒരുപാട് അപേക്ഷകൾ വീടിനും ചികിത്സക്കും മക്കളുടെ പഠനവുമായി ബന്ധപ്പെട്ടൊക്കെ അപേക്ഷകൾ വന്ന് കിടക്കുകയാണ്. അതിനൊക്കെ വലിയ തുക ആവശ്യമാണ്. അതേപോലെ തന്നെ ഇനിയുള്ള അടുത്ത അപേക്ഷ കൊടുക്കാനായിട്ടില്ല. അത് കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമുക്കത് പരിഹരിക്കാൻ പറ്റണം. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഫണ്ട് സമാഹരണം, ഇന്നലെയായിരുന്നു അതിന്റെ ഫണ്ട് സമാഹരണ ദിനമായിട്ട് നമ്മൾ പിന്നെ നിശ്ചയിച്ചത്. അപ്പൊ നമുക്കൊക്കെ കഴിയുന്ന ഒരു മിനിമം അതിലൊരു 500 രൂപ എന്നുള്ളതാണ് കണക്കാക്കിയിരിക്കുന്നത്. അതിനേക്കാൾ കൂടുതൽ കഴിയുന്ന ആളുകൾ, അപ്പൊ നമുക്കൊരു വർഷത്തിൽ ഒരു പ്രത്യേക ദിവസം കണക്കാക്കിയിട്ട് അതിന് മാക്സിമം കളക്ട് ചെയ്യുക എന്നുള്ളതാണ് പിന്നെ അതിൽ കണ്ടിട്ടുള്ള രൂപം. അപ്പൊ അത് ഇതിന്റെ അർഹരായ ആളുകളിലേക്ക് എന്ത് ചെയ്യും? കൃത്യമായി അവരുടെ അപേക്ഷകൾ വന്നാൽ അത് പരിശോധിച്ച് പിന്നെ അതിനനുസരിച്ച് എന്ത് ചെയ്യും? അവർക്ക് കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. വിധവകളായ ആളുകളുണ്ട് നമ്മുടെ അധ്യാപന രംഗത്ത്, സ്ത്രീകൾ, വിധവകളായ ആളുകളെ നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനത്തെ കുറേ കേസുകൾ നമ്മുടെ മുന്നിലുണ്ട്. അപ്പൊ അതിലൊക്കെ കാര്യമായ ഒരു പിന്നെ വിഹിതം നമ്മുടെ ഭാഗത്ത് നിന്ന് എന്ത് ചെയ്യണം? ഇത്തരം കാര്യങ്ങളിലൊക്കെ നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. അതേപോലെ തന്നെ നമ്മുടെ ഒട്ടേറെ പ്രോഗ്രാമുകൾ നമ്മുടെ മുന്നിലുണ്ട്. അതിൽ ടീച്ചേഴ്സ് കോൺഫറൻസ് ആണ് നമ്മുടെ സെപ്റ്റംബറിൽ നടക്കാനുള്ളത്. നമുക്ക് ഓരോ പ്രോഗ്രാമും നമുക്ക് വലിയ അവസരങ്ങളാണ് നൽകുന്നത്. കാരണം ഒരു പ്രത്യേക കാറ്റഗറിയിൽ ദാവത്ത് എത്തിക്കാൻ നമുക്കൊരു അവസരമാണ്. നമുക്കിപ്പോൾ ടീച്ചേഴ്സിനെ വെറുതെ പോയിട്ട് കാണുമ്പോൾ ഒരു രസമില്ല. അപ്പൊ നമുക്ക് ഒരു പ്രോഗ്രാമിന് മുന്നിൽ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ചക്കരക്കൽ പരിസര പ്രദേശത്തുള്ള ടീച്ചേഴ്സിന്റെ വീടുകൾ നമുക്ക് വിസിറ്റ് ചെയ്യാം. പൊതുവെ അവര് ധാരാളം സമയമുള്ള ആൾക്കാരാണ്. അവർ വൈകുന്നേരം 4 മണിക്ക് ബെല്ലടിച്ച പിന്നെ അവർ ഫ്രീയാണ്. ഓരിങ്ങനെ ഇങ്ങനെ ഇറങ്ങിത്തിരിഞ്ഞ് അവിടെ ഇരുന്ന് ഇങ്ങനെ കളിക്കായി അവർ വർത്താനം പറഞ്ഞ് ഇങ്ങനെ രാത്രി അങ്ങനെ ഒരു റൊട്ടേറ്റ് ചെയ്ത് പോവാണ്. ജീവിതം ഒരു യാന്ത്രികമായിട്ട് ഇങ്ങനെ പോവാണ്. അപ്പൊ അവരെ നമുക്ക് ആവശ്യമുണ്ട്. അവരൊക്കെ പള്ളിയിലൊക്കെ ഒന്ന് അടുപ്പിച്ച് നമ്മുടെ ചില കുറച്ച് ഡ്യൂട്ടിയൊക്കെ കൊടുത്ത് അവരെ ധീരുമായി അടുപ്പിക്കാനുള്ള ഒരു പ്രോഗ്രാമാണ് യഥാർത്ഥത്തിൽ പിന്നെ ടീച്ചേഴ്സ് കോൺഫറൻസ് എന്നുള്ളത്. അപ്പൊ നമ്മുടെ പരിചയത്തിലൊക്കെ ഉള്ള ടീച്ചേഴ്സ് ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യണം? നമ്മളൊന്ന് ലിസ്റ്റ് ചെയ്ത് അവരെന്ത് ചെയ്യണം? നമ്മളൊന്ന് പോയിട്ട് വിസിറ്റ് ചെയ്ത് നമ്മളൊരു ലഘുലേഖ കാര്യങ്ങളൊക്കെ കൊടുക്കും. നമ്മൾ സെപ്റ്റംബർ 29 നമ്മുടെ കോൺഫറൻസ്. അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? സ്പെഷ്യലായിട്ട് ക്ഷണിക്കും. അവർക്ക് വേണ്ടിയിട്ടൊരു നമ്മുടെ ജില്ലാതലത്തിൽ ഒരു അധ്യാപക സംഗമം കണ്ണൂർ വെച്ച് നടക്കും. അപ്പൊ ചിലപ്പോൾ അതങ്ങ് പെരിന്തൽമണ്ണയിലേക്ക് എത്താൻ കഴിയാത്ത ആളുകളുണ്ട്. അവർക്ക് എന്ത് ചെയ്യാം? ഇവിടുത്തെ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പറ്റും. ആ പ്രോഗ്രാമിൽ വന്നാൽ അതിന്റെ കൂടുതൽ വിവരണങ്ങൾ അവർക്ക് എന്ത് ചെയ്യും? അവിടുന്ന് പറഞ്ഞു കൊടുക്കും. അപ്പൊ അത്തരം പ്രോഗ്രാമുകളിലൊക്കെ നമുക്കതിൽ ചെയ്യാനുള്ള എന്താ? അവിടെ സ്റ്റേജ് കെട്ടണ്ട, അവിടുത്തെ സാമ്പത്തിക, അവിടുത്തെ എഫേർട്ട് ഓർഗനൈസ് ഒന്നും ചെയ്യണ്ട. നമ്മൾ എന്ത് ചെയ്യണ്ടു? നമ്മൾ അതിലേക്ക് ആളുകൾ എത്തിക്കേണ്ട ഒരു വർക്ക് മാത്രം. വളരെ ചെറിയൊരു പാർട്ടാണ്. ഒരു പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ കുറേ പാർട്ടുകൾ ഉണ്ട് അതിൽ. നമുക്ക് ഏൽപ്പിക്കപ്പെടുന്ന എന്താണ്? നമ്മുടെ നാട്ടിലെ ടീച്ചേഴ്സിനെ ഒന്ന് കണ്ട് ക്ഷണിക്കൽ മാത്രം. പിന്നെ എത്തലും കാര്യങ്ങളൊക്കെ തൗഫീഖാണ് അവരെ ക്ഷണിക്കുക എന്നുള്ളതാണ് നമ്മുടെ ബാധ്യത. അതിലൂടെയാണ് നമ്മൾ തൗഹീദ്, ഈ പിന്നെ ആശയത്തിന്റെ പ്രചരണം, തൗഹീദ് എത്തിക്കലൊക്കെ അതിലൂടെയാണ് നടക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം അല്ലാഹു നമ്മളിൽ നിന്ന് വിജയിപ്പിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് നമ്മൾ ചെയ്തു വെച്ച കർമ്മങ്ങളെല്ലാം അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ, വയനാട് ദുരന്തത്തിന്റെ ബാക്കിപത്രങ്ങൾ, ഒരുപാട് ആളുകൾ അതിന്റെ വേദനകൾ അനുഭവിക്കുന്ന ആളുകളെ നമ്മൾ കാണുന്നു. പ്രവാസ ലോകത്ത് നിന്ന് വന്ന ഒരു സഹോദരന്റെ ചിത്രം നമ്മൾ കണ്ടു. എല്ലാം നഷ്ടപ്പെട്ട്, വീടും കുടുംബവും എല്ലാം നഷ്ടപ്പെട്ട്, ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കാൻ പോലും ഒരു കൂടപ്പിറപ്പുകൾ ഇല്ല എന്ന് പറയപ്പെടുന്ന ആ രൂപത്തിൽ ചില ആളുകൾ
നിസ്സഹായ അവസ്ഥയിൽ നിൽക്കുകയാണ്. അവർക്കൊക്കെ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അള്ളാഹു അവർക്ക് ആശ്വാസം പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമുക്ക് വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.